പുറത്ത് വലിയ തടിച്ചു തിണർത്ത് കിടക്കുന്ന പാടുകൾ കാണാം. ലാത്തി കൊണ്ട് അടിയേറ്റതിൻ്റെ പാടുകളാണത്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് അടക്കമുള്ള ആളുകൾ, അമൽ ജോയുടെ പുറത്തും അതുപോലെ തന്നെ ശരീരത്താകമാനം ലാത്തി കൊണ്ട് അടിയേറ്റതിൻ്റെ പാടുകൾ. ഹർഷിലും ജംഷീർ പള്ളിവേൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും വലിയ തോതിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു മർദ്ദനമേറ്റ ഒരു പ്രവർത്തകൻ ബോധരഹിതനായി താഴെ വീണിരിക്കുന്നു. അദ്ദേഹത്തെ പുറത്തേക്ക് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൃദയ ഇതിപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനായി പോലീസ് ബസ് എത്തിയിട്ടുണ്ട്. ആ ബസ്സിനകത്തേക്ക് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനിടയിൽ ഈ പരിക്കേറ്റ് ബോധരഹിതനായി താഴെ വീണ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ കൽപ്പറ്റയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഹർഷലിനെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി വാഹനം വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പ്രവർത്തകർ നടത്തുന്നത്. സ്മൃതി, പരിക്കേറ്റ പ്രവർത്തകരെ 3 പേർ പ്രവർത്തകരെ നേരത്തെ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ അടുത്ത പ്രവർത്തകരെയും കൊണ്ടുപോവുകയാണ്. ലാത്തി ചാർജിൽ നല്ല പരിക്കേറ്റിട്ടുണ്ട് പ്രവർത്തകർക്ക്. 4 തവണയാണ് പോലീസ് ലാത്തി ചാർജ് നടത്തിയത്. ദീപക, കിടക്കുന്ന ആരാണ്? നന്നായി പുറത്തൊക്കെ അടിയേറ്റതിന്റെ പാടുകൾ ഷർട്ടൂരിയ ശേഷം അവിടെ കിടക്കുന്ന ആരാണ്? സ്മൃതി, പോലീസിന്റെ ലാത്തി ചാർജിൽ പരിക്കേറ്റ ഒരു പ്രവർത്തകനാണിത്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. ഇതാ മുൻപിലേക്ക്, അതായത് നേരത്തെ പുറത്ത് ലാത്തി കൊണ്ട് അടിച്ച് പരിക്കേറ്റ ജംഷീർ പള്ളിവേൽ യൂത്ത് കോൺഗ്രസിന്റെ വയനാട് സുൽത്താൻ ബത്തേരിയിലെ പ്രാദേശിക നേതാവാണ്. ജംഷീർ പള്ളിവേലിന്റെ പുറത്താണ് ലാത്തി കൊണ്ട് അടിച്ചതിന്റെ പാടുകൾ കണ്ടത്. ഈ പ്രവർത്തകർ അടക്കമുള്ളവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ വലിയ തോതിൽ പ്രതിഷേധിക്കുന്നു. പോലീസിനെതിരെ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നേതാക്കൾ ഇടപെട്ട് നടത്തുന്നത്. ഇപ്പോൾ KSRTC ബസ്സിന് മുൻപിൽ ജംഷീർ പള്ളിവേൽ തടഞ്ഞു നിർത്തി പോലീസുകാരോട് പ്രതിഷേധിക്കുകയാണ്. പോലീസുകാരോട് പറയുന്നുണ്ട്, അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന് നരനായിട്ടെന്നുള്ള രീതിയിൽ വലിയ ജംഷീർ എന്നെ സന്തോഷം CI നേതൃത്വത്തിലാണ് ബത്തേരി CI നടന്നതല്ലേ, മാന്യമ സംശയം കണ്ടതല്ലേ, ഞാൻ മാന്യമല്ലേ, ഒരു മാറ്റമില്ല. യൂത്ത് കോൺഗ്രസ് സ്മൃതി, ബസ് KSRTC ബസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയാണ്. സുൽത്താൻ ബത്തേരി CI സന്തോഷ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ജംഷീർ പള്ളിവേലിനെ അടക്കം മർദ്ദിച്ചതെന്നുള്ള രീതിയിലുള്ള വലിയ പ്രതിഷേധം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. മാനന്തവാടി CI ബിജുരാജിനോടാണ് ഈ കൽപ്പറ്റ സുൽത്താൻ ബത്തേരിയിലെ പ്രാദേശിക നേതാവായ ജംഷീർ പള്ളിവേൽ സംസാരിക്കുന്നത്. ചുറ്റും പോലീസുകാർ വളയുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം. വീണ്ടും ഒരു റൗണ്ട് കൂടി ലാത്തിയടിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ആ രീതിയിലാണ് പോലീസുകാർ ഇടപെടൽ. വീണ്ടും പോലീസ് ഇടപെട്ട് അവിടെ നിന്ന് പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ പ്രവർത്തകർ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നുണ്ട്. ആംബുലൻസുകൾ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ പ്രവർത്തകർ അതിനിടയിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ജംഷീർ പള്ളിവേൽ അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് മാറാൻ തയ്യാറാകാതെ റോഡിൽ പ്രതിഷേധിക്കുകയാണ്. സ്മൃതി, ആംബുലൻസ് പ്രവർത്തകർ ഇടപെട്ട് ജംഷീറിനെ ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ ജംഷീർ തയ്യാറാകുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സമരം എന്ന് പറയപ്പെടുന്നത് പോലീസ് സംവിധാനത്തിൽ ഇഷ്യൂസ് ഉണ്ടായാൽ പോലീസ് സംഘടിക്കാറില്ലേ? ഈ പറയപ്പെടുന്ന NGOസിന്റെ ആളുകൾ സംഘടിക്കാറില്ലേ? ഞങ്ങളൊക്കെ ഉറ്റവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയപ്പെടുന്ന കുടുംബത്തിലെ ഞങ്ങളെ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ ഇന്ന് ഞങ്ങളെ കൂടെയില്ല. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ഈ പോരാട്ടം, അവർക്കൊന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങളൊന്ന് നോക്ക്, ഞങ്ങൾ മാന്യമായി സമരം ചെയ്തവരല്ലേ. അവര് എന്നെ അറിയുന്നവർ പേരെടുത്തിട്ട് അവനെ തല്ലടാ കൊല്ലടാ എന്നാ പോലീസ് പറയുന്നത്. അവനെ ഞാൻ കാണും, കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ. അത് ബത്തേരി CI കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ. കൊറേ അടി കൊണ്ടവനാണ്. തല്ലിക്കോ, തല്ല്. നീ എന്റെ പേര് പറഞ്ഞു തല്ലി, ഞാൻ പറഞ്ഞ
ഞാൻ വിഷയം തീർക്കുമെന്ന് പറഞ്ഞ ആളാണ്. എനിക്ക് വിഷയം തീർക്കാൻ അറിയാം. എന്റെ സഹപ്രവർത്തകരാണ്. ചിരിച്ചുകൊണ്ട് തല്ലുക, ലാത്തി വീശി അടിക്കുക. എന്താ വിചാരിച്ചേ? നിങ്ങൾ 100 പേര് തല്ലുമ്പോ ഓട് നാളെ വിരിച്ചോ? നീ മേത്തോടണ്ട, ഞാൻ പോകും. മേത്തോടണ്ട, ഞാൻ പോകും. എനിക്കറിയാം മാറ്റാൻ ഡയലോഗ് അടിച്ച് ജയിക്കാൻ വെറുതെ വിചാരിക്കാം സുഹൃത്തെ. അത് വെറുതെ വിചാരിക്കാം. പോകാൻ നോക്കിയാൽ സ്മൃതി, ജംഷീർ പള്ളിവേൽ അടക്കമുള്ള നേതാക്കൾ പോലീസുകാരോട് പ്രതിഷേധിക്കുന്നു. അതിനിടയിൽ പോലീസ്, ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ വലിയ തോതിൽ തിരികെ ഇവരോട് സംസാരിക്കുകയാണ്. ചാനലുകാരെ കൂട്ടി വന്ന് നീ പ്രതിഷേധിക്കേണ്ട എന്നുള്ള രീതിയിലൊരു പ്രതികരണമൊക്കെ പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. മറുവശത്ത്, അതായത് റോഡിന്റെ മറുവശത്ത് നേരത്തെ പരിക്കേറ്റ് കിടന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, അവസാന യൂത്ത് കോൺഗ്രസുകാരന്റെ ചോര വീണതിന് ശേഷമേ ഈ സമരത്തിൽ ഞങ്ങൾ പിരിഞ്ഞു പോകുള്ളൂ. ഋഷിരാജ് എന്ന് പറഞ്ഞ ഡിവൈഎസ്പി ഒക്കെ ആരാണെങ്കിലും ഞങ്ങളെ പ്രവർത്തകർ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കണ്ടതാണ്. 1ഉം 2ഉം 3ഉം റൗണ്ടും അല്ല ഞങ്ങൾ അടിച്ച് 10ഉം 12ഉം തവണയാണ് ഞങ്ങളെ സഹപ്രവർത്തകരെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത്. ഞങ്ങളെ 200ഓളം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് ഞങ്ങൾ തയ്യാറല്ല. ഈ പരിക്ക് വെച്ച ശരീരം വെച്ചാണെങ്കിലും മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ ജനങ്ങൾക്കൊപ്പം വയനാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ കക്ഷി രാഷ്ട്രീയം മറന്ന് മുണ്ടക്കൈയിലെ ചൂരൽമലയിലെ ജനങ്ങളോടൊപ്പം നിന്നാണ് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും സമീപം പുലർത്തി പ്രവർത്തിച്ച ആളുകളാണ്. അവിടുത്തെ ജനങ്ങൾക്ക് നീതി നിഷേധിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന യുവജന സംഘടനയ്ക്ക് ചിലപ്പോൾ ഡിവൈഎഫ്ഐക്കും RSSനൊക്കെ പിണറായി വിജയനും നരേന്ദ്രമോദിയും പറയുന്നത് കേട്ട് വീട്ടിലിരിക്കാൻ പറ്റും. ഞങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഒരിക്കലും കൈയും കെട്ടി വീട്ടിലിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കണ്ടൂടാ സാറേ, ചോദിക്കുന്നത് സാറ്. സ്മൃതി, വീണ്ടും പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അന്ന് നിന്റെ അടുത്തോളം